മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു എന്നാണ് ചോദ്യം. വാദങ്ങൾ പൊളിയുന്നു സ്മൃതി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മുടേതടക്കം ചില മാധ്യമങ്ങളുടെ കാർഡുകളാണ് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു കാർഡ് കൂടി അത്തരത്തിൽ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. മറ്റേതിൽ തനിക്ക് സ്വാധീനമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം CMO പേജ് അത് ആവശ്യപ്പെട്ടും റിക്വസ്റ്റ് ചെയ്തിട്ടും അത് തിരിച്ചു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു ശരിയാണെന്ന് തോന്നുന്നു. കാരണം CMO പേജ് പിണറായി വിജയൻ്റെ കാലത്തെ പേജിൽ ഉണ്ടായിരുന്ന ലൈക്കുകളും ഷെയറുകളും വലിയ ഹ്യൂജായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ ഒരു ദുർബലമായ അവസ്ഥയിൽ കിടക്കുകയാണ്. CMO പേജ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഒരു പരാതി പോകാതെ ഇത് സംഭവിക്കുമോ എന്നുള്ളതാണ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റ്, ഇപ്പോൾ DYFIയുടെ പരാതിയായിരുന്നു ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിമർശിക്കുന്ന വാർത്ത. അതിലെ കാർഡടക്കം അതിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രി വിമർശിക്കുന്ന കാർഡുകളാണ് റിമൂവ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഇതേ കണ്ടന്റ് കൊടുത്തിരിക്കുന്ന മറ്റ് പല മാധ്യമങ്ങളുടെയും കാർഡുകൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. ചില പ്രത്യേക മാധ്യമങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കാർഡുകൾ കൃത്യമായി പോകുന്നു. ഒരു കാർഡ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ഇതിൻ്റെ വിദഗ്ധരോട് ചോദിക്കുമ്പോൾ പറയുന്നത്, അതിൻ്റെ പേജിൽ നമ്മളിപ്പോൾ ഒരു പേജിൽ വന്ന്, അതായത് നമ്മുടെ പേജിൽ വന്ന് ആ കാർഡ് ആദ്യം ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ URL കോപ്പി ചെയ്തിട്ട് മെറ്റയ്ക്ക് അയക്കണം. എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യുന്ന ഒരു രീതിയല്ല. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളത് പരാതിപ്പെട്ടപ്പോൾ മെറ്റിൽ നിന്ന് ലഭിക്കുന്ന മറുപടി എന്താണ്? വെൻ ഫേസ്ബുക്ക് റെസ്ട്രിക്ട്സ് എ പോസ്റ്റ് ലോക്കലി ഡ്യൂ ടു എ ഗവൺമെന്റ് ഓർ law enforcement directive under India's information technology rules, it signifies that Meta has received a legitimate legal order from a government body or court to limit access to that specific content within that area. അപ്പോൾ ഒന്നുകിൽ കോടതിയുടെ ഉത്തരവുണ്ടാകണം, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ പരാതി ഉണ്ടാകണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോഴും അതല്ല, സർക്കാർ സംവിധാനത്തിൻ്റെ പോലീസിൽ നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കാം. സർക്കാർ സംവിധാനത്തിൽ നിന്ന് വന്നിരിക്കുന്ന പരാതിയാണ് എന്ന് വേണം കരുതാൻ. ഇനി അതല്ല, ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ CJP സമരം വന്നപ്പോൾ അവരുടെ വാദങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾക്ക് കിട്ടിയ വലിയ സ്വീകാര്യത, വലിയ രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെട്ട ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ കേന്ദ്രം നീങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന പ്രതികരണം കൂടി റിമൂവ് ചെയ്യപ്പെട്ടു. അതിലാണ് മെറ്റയ്ക്ക് ഖേദപ്രകടനം നടത്തേണ്ടി വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ചില വിദഗ്ധരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ പോസ്റ്റ് നീക്കിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനനുസരിച്ച് ഭരണാധികാരികൾക്ക് വിമർശനാത്മകമായ എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്യാനുള്ള തരത്തിൽ ഒരു അൽഗോരിതം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വിമർശനങ്ങളെ വേർതിരിക്കുന്നില്ല. കാർഡിൽ വിമർശനമാണോ അതോ പിന്തുണയാണോ എന്ന് പോലും നോക്കാതെ ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒരു അഭിപ്രായം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിന് പരിഭാഷയിലാകുമ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് വന്ന കാർഡ് കൂടി റിമൂവ് ചെയ്യപ്പെട്ടത് എന്നത് ഒരു യുക്തിഭദ്രമായ ഒരു നിലപാടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇത് മെറ്റയ്ക്ക് തന്നെ മാധ്യമ സ്ഥാപനങ്ങൾ കത്തയക്കേണ്ടതും അവരുടെ അഭിപ്രായം തേടേണ്ടതുമാണ്. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ലല്ലോ ഈ വാർത്ത കൊടുക്കുന്നത്, ഒരു മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത്? തിരിച്ച് നമ്മുടെ മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മളോടത് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുന്നു, Supreme Court has already drawn the line in Shreya Singhal versus Union of India. The court read down Section 79. A platform must remove content only on a court order or a government notification tied to Article 119(2) എന്നുള്ളത്. ഇത് തന്നെയാണ് മറ്റേ നേരത്തെ നൽകിയിരിക്കുന്ന വിശദീകരണം. സർക്കാർ സംവിധാനത്തിൽ നിന്ന് വരിക്കുന്ന പരാതിയായിരിക്കണം. അതല്ല എങ്കിൽ ഇതിൽ കൃത്യമായി കോടതിയുടെ ഉത്തരവുണ്ടാകും. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു കോടതി ഉത്തരവില്ല. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിതിൽ കൗതുകരമായി തോന്നുന്ന കാര്യം, കേന്ദ്രത്തിൻ്റെ ഈ മാധ്യമങ്ങളെ പിടിച്ചുകെട്ടുന്ന ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഇവിടെ പരാതിയില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇതിനോട് പ്രതികരിക്കുന്നില്ലേ? അപ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെതായി വന്ന ഒരു വാദം, നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന വക്താവടക്കം പറയുന്നൊരു വാദം, വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം, പക്ഷേ വ്യക്തിഹത്യ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ കാർഡിനെ വ്യക്തിഹത്യയായി അവർ വിവക്ഷിക്കുകയാണ്. അപ്പോൾ വ്യക്തിഹത്യ എന്ന നിലയ്ക്ക് ഒരു പരാതി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുകയാണ്. അപ്പോൾ ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞതുപോലെ പേജിൽ വന്ന് ആ പറഞ്ഞ കാർഡ് ക്ലിക്ക് ചെയ്ത് URL കോപ്പി ചെയ്ത്
കൃത്യമായി ഓരോ വാർത്തയ്ക്കും പിന്നാലെ പോകുന്ന ഒരു പ്രവർത്തന കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയിട്ടില്ല, നിങ്ങൾ പരാതി നൽകൂ, നിങ്ങളാണല്ലോ പാർട്ടി, അപ്പോൾ നിങ്ങൾ പരാതി നൽകൂ, അതിനോടൊപ്പം തന്നെ സർക്കാരും കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അതിലപ്പുറം സർക്കാർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സർക്കാരിന് ബാധ്യതയുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ സ്വന്തം നിലയ്ക്ക് തന്നെ സർക്കാർ ആ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനെ വിമർശിക്കുന്ന കാർഡുകൾ വരണം എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അങ്ങനെ കടത്തി പറയുമ്പോൾ ഇതിൽ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് വേണ്ടതുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലേഖനങ്ങളടക്കം അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വേറെ രൂപത്തിലായിരുന്നു, മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന രൂപത്തിലൊക്കെയാണ് അത് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണത്തിലേക്ക് വരുമ്പോൾ ആ വാദങ്ങൾ മാറുകയാണോ? അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കസേര മാറുമ്പോൾ നിലപാട് മാറുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ വരികയാണ്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ശക്തമായ നടപടിയുമായിട്ടാണ് ഈ സർക്കാർ വരേണ്ടത്. അത് വിമർശനങ്ങളെ കൂടി കേൾക്കുന്ന രൂപത്തിലാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം ഈ പറയുന്ന MDMA കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഈ മാധ്യമപ്രവർത്തകർക്കൊപ്പം തന്നെ പലരും വന്ന് ഫോട്ടോകൾ എടുക്കും. നമുക്കതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല, നമുക്ക് അറിയുന്ന ആളുകളല്ല. പക്ഷേ ഇദ്ദേഹത്തെ ഈ രണ്ട് പ്രതികളെയും തനിക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. തനിക്കറിയാമെന്ന് പറയുമ്പോഴും ഏത് കാലം തൊട്ട് അറിയാമെന്നുള്ള കാര്യം വിശദീകരിക്കുന്നതിലാണ് കാര്യങ്ങളിൽ തെറ്റുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാലത്തിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു എന്നതിൻ്റെ ചിത്രങ്ങൾ ആ പ്രതിയുടെ പേജിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഒരു പേജ് ഔദ്യോഗികമായി ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അത് പിണറായി വിജയന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരുപാട് പേജുകൾ ഉണ്ടായിട്ടുണ്ട്. ആ രൂപത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. അയാൾക്ക് VD സതീഷുമായി പരിചയമുണ്ടായിരുന്നു. അതിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടത്. കാരണം MDMA പ്രതി അയാൾ MDMA ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ MDMA വിതരണം ചെയ്യുന്ന ആളാണ് എന്നറിഞ്ഞുകൊണ്ട് VD സതീശൻ അയാളുമായി സൗഹൃദം സ്ഥാപിച്ചു എന്നതാണോ പ്രതിപക്ഷത്തിന്റെ ആരോപണം? അങ്ങനെയല്ല എന്നാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട പോയിന്റായി പറയുന്നുണ്ട്. അതായത് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഞാൻ ഈ നേതാവിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഈ കച്ചവടത്തിൽ അയാളതുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും UDF സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇപ്പോൾ UDFിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഒരാൾ പിടിയിലായിരിക്കുന്നത്. അതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ ബന്ധങ്ങൾ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന വിശദീകരണം വ്യക്തമല്ല. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു നിലപാടുണ്ടാവുകയും ആ നിലപാട് നമ്മൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പരാതി നൽകുന്നതിന് അടിസ്ഥാനത്തിൽ മാത്രം അതിൻ്റെ പിറകിൽ നീങ്ങേണ്ടതല്ല സർക്കാർ സംവിധാനം. അതിന് മുന്നിൽ നീങ്ങിക്കൊണ്ട് കോടതിയിൽ പോയിക്കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട സർക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.